പ്രത്യയശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു കടുംപിടുത്തം ഉപേക്ഷിക്കുന്നു. പല ഘട്ടത്തിലും സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മുമ്പിൽ ശാഠ്യം പിടിച്ച പാർട്ടി ഇപ്പോൾ പുതിയ സാഹചര്യത്തിനനുസരിച്ച് അതിനെയൊന്നും ആരും എതിർക്കുന്നില്ല. അത് വേറൊരു രസകരമായ കാര്യം, അത് ശ്രദ്ധേയമായ കാര്യം അതാണ്. ഇതൊക്കെ വേണ്ടതാണ് എന്ന് CPM പറയുമ്പോൾ അതിന് കണ്ടെത്തുന്ന രീതികൾ, അതിൽ CPM ഈ സമീപകാലത്ത് ചെയ്തിട്ടുള്ള സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ CPM ഇത് എന്നേ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടാൽ ഞാനൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സാമ്പത്തിക പരിഷ്കാരങ്ങളെയൊക്കെ നഖശിഖാന്തം എതിർത്ത CPIM ഇപ്പോൾ പോകുന്ന ആ വഴിക്കല്ലേ മൂലധന നിക്ഷേപം കൂടിയേ തീരൂ എന്ന് സംസ്ഥാന സെക്രട്ടറി അടിവരയിട്ട് പറയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് സൂചിപ്പിച്ച് ഞാൻ കൃത്യമായിട്ട് കേട്ടു. ഇപ്പം ബഹുമാനപ്പെട്ട ജോർജ് പടിപ്പാറ അദ്ദേഹം ധരിച്ചതിൻ്റെ ഒരു തെറ്റാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. 91 കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരം ഉള്ളവനെ കൂടുതൽ സമ്പന്നനായും ഇല്ലാത്തവനെ ഒന്നുമില്ലാത്തവനായിട്ടും മാറ്റുക എന്നതാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരും. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിച്ച് എല്ലാവരുടേതായി മാറുക എന്നതാണ്. ഇപ്പോൾ അതിദാരിദ്ര്യ സർവേയുടെ ഒരു കാര്യം അങ്ങ് ഇടയ്ക്ക് ചോദിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അതുപോലെ തന്നെ കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോഴും ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തത് ഈ കേരളത്തിൽ അതിദാരിദ്ര്യ സർവേ നടത്തി ദാരിദ്ര്യം ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം എന്നതാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ ഒരു പ്രഖ്യാപനം വരികയാണ്. ദരിദ്രരില്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു. സർവേ നടത്തിയപ്പോൾ 62,000 പേരെയാണ് കണ്ടെത്തിയത്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കി. ഇപ്പോൾ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ലക്ഷ്യം ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പാർട്ടിയായിട്ട് മാറുക, അതുപോലെ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറുക. അപ്പോൾ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കുക, അവരുടെ എല്ലാം വിഷയങ്ങളിൽ ഏർപ്പെടുക, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഗവൺമെൻറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ എല്ലാം വിഷയത്തിൽ ഇടപെടാനും ഞങ്ങൾക്ക് ആശ്വാസമാകുവാനും ഉള്ളത് CPM ആണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം അണിനിരന്നുകൂടാ എന്ന തോന്നലിലേക്ക് വരും. അത്തരം തോന്നലിലേക്ക് വരുമ്പോൾ അത് എല്ലാവരുടെയും പാർട്ടിയായിട്ട് മാറും, അതുപോലെ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു സമീപനം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ പണ്ടും ഇത്തരത്തിൽ ആശയം നമ്മൾ മുന്നോട്ട് വച്ചതാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് പൂർത്തീകരിച്ചാൽ പിന്നീട് വരുന്നത് അടുത്ത UDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് കഴിഞ്ഞാൽ UDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് തുടങ്ങി വെച്ച നല്ല പദ്ധതികൾക്ക് തുടർച്ച കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. 1987 സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമായാലും 96 അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണമായാലും 2006 പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നടത്തിയ വിപ്ലവകരമായിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ ദേശീയപാതയുടെയൊക്കെ വീതിയുടെ കാര്യത്തിലുള്ള ചർച്ച അന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുപോലെ തന്നെ റെയിൽ ഇപ്പോഴുള്ള റെയിൽവേ കൊണ്ട് യാത്രാ ക്ലേശം പരിഹരിക്കാൻ കഴിയില്ല, വേഗത ഇത് പോരാ, മൂന്നാമതും നാലാമതും ഒരു അതിവേഗ പാത വേണമെന്നുള്ള ചർച്ച ആരംഭിച്ചത് 2009 അതുപോലെ ഊർജ്ജ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റണം. കേരളത്തിൻ്റെ ഒരു വ്യവസായ ആവശ്യം മീറ്റ് ചെയ്യാൻ വിറക് മാത്രം ഊർജ്ജമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ 2006, 2011 ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സജീവ ചർച്ചയായി മാറിയത്. ഇൻ്റർനെറ്റ് മനുഷ്യൻ്റെ അവകാശമാക്കി മാറ്റാനുള്ള ചർച്ച സജീവമായത്, പ്രഖ്യാപനം നടന്നതുമെല്ലാം അന്നാണ്. അപ്പോൾ അത്തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ല. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF മുന്നണി ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും. LDF ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ നല്ല പദ്ധതികളെയും അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ദേശീയപാത കേരളത്തിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി തന്നെ തിരിച്ചു പോയത് 2011-16 ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. റെയിലിൻ്റെ ചർച്ചയും ആശയങ്ങളൊക്കെ വന്നു. അതിനുവേണ്ടി ബജറ്റിൽ പണം അലോക്കേറ്റ് ചെയ്തു. ഉമ്മൻചാണ്ടി തന്നെ പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ ഒരടി മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതിൻ്റെ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചത് 2011 മുതൽ 2016 വരെയുള്ള ഗവൺമെൻറ്റാണ്. ഇൻ്റർനെറ്റ് മനുഷ്യൻ്റെ അവകാശമാക്കി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല, ഒരു തുടർച്ച ഉണ്ടായില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ LDF ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് തുടർച്ചയിൽ കൊണ്ടുപോകാൻ UDF ശ്രമിച്ചില്ല. പക്ഷേ 2016 LDF ഗവൺമെൻറ്റിന് 2021 ഭരണ തുടർച്ച കിട്ടുന്നു. ആ തുടർച്ച കിട്ടുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിവിധ രംഗത്ത് ഒന്നാമതെത്തി മാറുന്നു. ഇപ്പോൾ ഈ രേഖ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും
അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും എല്ലാം പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ സുസ്ഥിര വികസന സൂചിക, പബ്ലിക് അഫയേഴ്സ് സൂചിക, അതുപോലെ ശ്രേഷ്ഠതാ സൂചിക, ദാരിദ്ര്യ സൂചികയിൽ നമ്മൾ ഏറ്റവും ദാരിദ്ര്യമില്ലാത്ത നാടായി മാറി, ഹാപ്പിനെസ് ഇൻഡെക്സ്, ആരോഗ്യ സൂചിക, ഊർജ്ജ കാലാവസ്ഥാ സൂചിക, വർഗീയ സംഘർഷമില്ലാത്ത നാട്, ആദ്യ സൂപ്പർ ഫേബ് ലാബ്, ആദ്യ ഡിജിറ്റൽ സർവകലാശാല, ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വാട്ടർ മെട്രോ, അതുപോലെ ഡിജിറ്റൽ പ്ലാന്റേഷൻ അവാർഡുകൾ, എല്ലാ വീടുകളും വൈദ്യുതിവൽക്കരിച്ച സാഹചര്യം, അങ്ങനെ നിരവധി പദ്ധതികളിൽ നമ്മൾ ഒന്നാമതെത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് മാറുക. അപ്പം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി എന്തുകൊണ്ട് മാറിക്കൂടാ? കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചവർ വരെ നമ്മുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി വരുന്നൊരു കാഴ്ച, ആ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു. ശശി തരൂരും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ ഇത് ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നതുമല്ല പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, മറിച്ചോ ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് മാറുക. ഇത്തരത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മളെ LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള പോക്കിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയാണ്. ആ വേദിയെ നന്നായി പ്രയോജനപ്പെടുത്തുന്നു. ആ പ്രയോജനപ്പെടുത്തുമ്പോൾ കൂടുതൽ ആളുകൾ ഈ രാഷ്ട്രീയത്തിൽ യോജിക്കാൻ തയ്യാറായി വരുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുന്നു. അത്തരത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് മാറും, മുഴുവൻ ആളുകളുടെയും പാർട്ടിയായിട്ട് മാറുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം വരുമ്പോൾ കൂടുതൽ ആളുകൾ അണിനിരക്കുമ്പോൾ ഭരണ തുടർച്ചയും മറ്റു കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് വിജയവും എല്ലാം അനായാസം ഈസിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ നല്ലൊരു ചർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.